മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാഗറോട് കണ്ണം പറയുന്നുണ്ട്, അവളെ ഇനി നീ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യില്ല, പക്ഷേ മാർക്കോടെ കത്തി മുനയിലാണ് നിൻ്റെ ജീവിതം എന്ന് നീ മനസ്സിലാക്കിക്കോ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, കണ്ണൻ സാറേ, എന്നെ നിയന്ത്രിക്കാനോ എന്നെ ശാസിക്കാനോ എനിക്ക് ആരുമില്ല. അച്ഛനോ അമ്മയോ പെങ്ങളോ സഹോദരന്മാരോ ആരുമില്ല. പക്ഷേ എൻ്റെ ജീവൻ്റെ ജീവനാണ് ഇപ്പോൾ മഞ്ജു. ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും മഞ്ജുവിനെ ഞാൻ സംരക്ഷിക്കും, അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്ക് ഒരു സന്തോഷം തോന്നുകയാണ് കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി പുറത്തിരിക്കുകയാണ് കേട്ടോ. കണ്ണനെ വൈദ്യർ നന്നായിട്ട് പരിശോധിക്കണം കേട്ടോ. കിടത്തിയിട്ട് എല്ലാവിടെയും പരിശോധിക്കുകയാണ്. കണ്ണൻ്റെ കൈയും കാലുകളും എല്ലാം പരിശോധിക്കുമ്പോൾ, ഇടുപ്പും എല്ലാം പരിശോധിക്കുമ്പോൾ വൈദ്യരുടെ മുഖത്തൊരു ഭാവമാറ്റം കാണുന്നു കേട്ടോ. നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയാണ്. കാരണം കണ്ണൻ്റെ നട്ടെല്ലിനാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഇത് 12 വയസ്സാകുമ്പോൾ ചികിത്സിക്കേണ്ടതായിരുന്നു. അന്ന് ചികിത്സിച്ചാണെങ്കിൽ ഇതിനൊരു കാര്യം ഉണ്ടായേനെ. പക്ഷേ അന്ന് ഇവർ മറുമരുന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കണ്ണൻ്റെ നട്ടെല്ലിനാണ് പ്രശ്നം വന്നിരിക്കുന്നത് എന്ന് വൈദ്യുതി തിരിച്ചറിയണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പ്രതീക്ഷയാണ് മഹാലക്ഷ്മിക്ക്. ഇപ്രാവശ്യം വന്നപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. എന്തായാലും കണ്ണേടനെ തനിച്ച് വിട്ടിട്ട് ഞാൻ പോകുന്നില്ല. ഏതായാലും അവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ അവിടെ ചെയ്യട്ടെ. ഒരുപാട് ശത്രുക്കളുള്ളതാണ്. തനിക്കും ഒരുപാട് ശത്രുക്കളുണ്ട്. മാർക്കോ എപ്പോഴും തൻ്റെ പിന്നിലുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി പുറത്തിരിക്കുകയാണ് കേട്ടോ. അതേസമയം വൈദ്യരിങ്ങനെ വരികയാണ് കേട്ടോ. മഹാലക്ഷ്മി കണ്ടതും തന്നെ ചോദിക്കും, എന്താ സാറേ എന്തെങ്കിലും മാറ്റമുണ്ടോ ചോദിക്കുമ്പോൾ വൈദ്യരുടെ മുഖത്തിനൊരു പ്രകാശം ഉണ്ടായില്ല. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുക, എന്താണ് ചോദിക്കുക. അപ്പോൾ കൈയും കാലുകളൊന്നും ചലിക്കും വിചാരിച്ചിട്ടല്ല ഞാൻ കണ്ണനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ കൈ കാലുകളെല്ലാം ചലിച്ചല്ലോ. കണ്ണന് നട്ടലിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് ശരിയാക്കാം. മോൾ എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. മോളുടെ പ്രാർത്ഥനയാണ് ഇതുവരെ എത്തിയത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ആകെ സങ്കടം വരികയാണ്. സങ്കടം വന്നിട്ട് മഹാലക്ഷ്മി അങ്ങനെ കരയാണ് കേട്ടോ. മോള് കരയണ്ട, മോള് പ്രാർത്ഥിക്കുക, നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എല്ലാം മോളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. എല്ലാം ശരിയാവും മോളെ എന്നിങ്ങനെ പറയണം കേട്ടോ. മോളെന്തായാലും ജോലിക്ക് പോയിക്കോളൂ, ഞാൻ എന്തായാലും കണ്ണനെ നോക്കിക്കോളാം, ഇവിടെ ആൾക്കാരുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അവിടെ ഓഫീസിൽ തിരക്കുണ്ടാവില്ലേ എന്ന് ചോദിക്കില്ല, ഞാൻ പോകുന്നില്ല, കണ്ണേട്ടന് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയും. ആകെ നമ്മുടെ മഹാലക്ഷ്മിക്ക് നിരാശയാണ് വരുന്നത് കേട്ടോ. വൈദ്യരുടെ വാക്കുകളിൽ നിന്ന് നിരാശയാണ് വരുന്നത് കേട്ടോ. അതേസമയം അതിനുശേഷം വൈദ്യർ കണ്ണൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. കണ്ണനിങ്ങനെ വൈദ്യരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താ സാർക്ക് ഇപ്പോൾ ആകെ മൊത്തം ഒരു നിരാശ പോലെ ഉണ്ടല്ലോ, ഒന്നും ശരിയാവില്ലാലേ എന്നിങ്ങനെ ചോദിക്കണേ. അല്ല കണ്ണ, എല്ലാം ശരിയാവും, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ സമയം വേണം എന്നിങ്ങനെ പറയണം. എത്ര സമയം എടുത്താലും വേണ്ടില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടാണ് വരുന്നത്. ആ പ്രതീക്ഷകൾ ഇനി ഇല്ലെങ്കിലും ഇത്രയെങ്കിലും ആയല്ലോ, അതിൽ കുഴപ്പമില്ല എന്നിങ്ങനെ കണ്ണം പറയണം കേട്ടോ. അതേസമയം മേഘനാഥനാകെ കലി കൊണ്ട് നിൽക്കണം കേട്ടോ. സീമന്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം കേട്ടോ, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇങ്ങനെ എല്ലാം ആയത്. ഇപ്പോൾ കയ്യിലിരിക്കുന്നതും പോയി, കണ്ണൻ്റെ സ്വത്തുക്കളും പോയി, അത്ര തന്നെ ഉണ്ടായുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അവൾ ഒറ്റ ഒരുത്തിയാണ് ഇത്രയ്ക്ക് വളർച്ച വെച്ചത്. ഇനി ഞാൻ അവളെ ഇല്ലാതാക്കും. എൻ്റെ ജീവിതം ഏതായാലും ഇല്ലാതായി, ഇനി എന്തായാലും അവളെയും കൂടി ഇല്ലാതാക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എൻ്റെ എന്നിങ്ങനെ മേഘനാഥൻ പറയും.